ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലായ അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അമ്മയുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്രൂട്ടാത്തോൺ ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കാം. മൂസമ്പി, ബീറ്റ്റൂട്ട്, നെല്ലിക്ക, ക്യാരറ്റ്, ഒരു ആപ്പിള്, ഒരു നാരങ്ങ. ഇതൊക്കെ നമുക്ക് തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. നമ്മളിത് പുറത്തുനിന്ന് മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് യാതൊരു മായവും ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് കൂടുതൽ ഗുണവും ഒക്കെ ഉണ്ടാവും. ഒരു മായമൊന്നും ഇല്ലാത്തതല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം. ഡെയിലി ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് നമുക്ക് ഐസ് ക്യൂബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബാക്കിയിട്ട് നമുക്കത് ഡെയിലി ഓരോ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ക്യൂബ് ഇട്ടിട്ട് കുടിക്കാം. അത് ശരിക്കും ഗ്ലൂട്ടാത്തോൺ നമ്മൾ അല്ലാതെ കഴിക്കുന്നതിൽ വളരെ നല്ലതാണ്. നെല്ലിക്കയൊക്കെ ആണെങ്കിലും ഒരുപാട് ഗുണമുള്ളതാണ്. ക്യാരറ്റ്, ഇതിലെല്ലാം ഗുണമുള്ള സാധനങ്ങളാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ലാത്ത സാധനങ്ങളാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കുക ചെറിയ പീസായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റും. ചെറിയൊരു ക്യാരറ്റും എല്ലാം അരിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി നല്ലതാണത്. ഒരു ആപ്പിൾ ഒരെണ്ണം, എല്ലാം ഗുണമുള്ളതാണ്. അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ആപ്പിളൊക്കെ എപ്പോഴെന്ന് പറഞ്ഞു കഴുകിയാലും അതിനകത്ത് അത് ഇതാവില്ല. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കണതാണ് നല്ലത് ശരിക്കും. ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഡെയിലി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കുടിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്കും ഇതങ്ങനെ പ്രായമൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ മൂസമ്പിയുടെ കുരു കളയണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും. കുരു കളഞ്ഞ്
ഇത് ഭയങ്കര നാച്ചുറലായിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ടേസ്റ്റിനേക്കാളും കൂടുതൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വയറിന് എപ്പോഴും നല്ലതാണ്. ഇഞ്ചി ദഹനത്തിനും നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കഴിക്കാം. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നാരങ്ങ അങ്ങനെ ഇടണ്ട, അത് പിഴിഞ്ഞ് ജ്യൂസായിട്ട് ഒഴിച്ചാൽ മതി. തൊണ്ടും കൂടി വരുമ്പോൾ അത് കയ്പ്പ് വരണ്ട. നാരങ്ങ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, കുരു വീഴാതെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ല വെള്ളം ചേർക്കണം കേട്ടോ. അത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം ചേർത്ത് അരയ്ക്കണം. എന്നിട്ട് നമ്മൾ ജ്യൂസൊക്കെ അരിക്കണ അരിപ്പയിലേക്ക് അരിച്ചെടുക്കുക. അരിപ്പയിലാകുമ്പോഴും അരിക്കാൻ ഇത്തിരി ടൈം എടുക്കും, എന്നാലും നന്നായിട്ട് ജ്യൂസായിട്ട് കിട്ടും. കംപ്ലീറ്റ് ജ്യൂസ് ആവുന്നവരെ എടുക്കണം കേട്ടോ. കാരണം അത് ശരിക്കും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒത്തിരി ആ പിശർ നമ്മുടെ ഉള്ളിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് എല്ലാം ഐസ് ട്രേയിലേക്ക് എല്ലാം ഒഴിച്ച് അത് സെറ്റാക്കുക. ഓരോ ക്യൂബാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി. പിറ്റേ ദിവസം നമ്മളത് എടുത്തപ്പോഴത്തേക്കും സെറ്റായി. നല്ല എനർജി ഡ്രിങ്കിനുള്ള ഐസ് ക്യൂബൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ എണീറ്റു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുവരെ ഇട്ടിട്ട് 2 മിനിറ്റ് മതി, അത് ലയിച്ച് വരും. ക്യൂബ് ഇട്ട് പെട്ടെന്ന് ലയിച്ച് വരും. അത് നമുക്ക് കുടിക്കാം. വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല, നല്ലതാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.